ഹലോ ഫ്രണ്ട്സ്, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ രണ്ടാം ഘട്ട പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് ഏതൊക്കെയാണ് ശരി ഉത്തരങ്ങളെന്ന് നോക്കാം. അതുപോലെ തന്നെ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഒരുപാട് മിസ്റ്റേക്സുകളും വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് മിസ്റ്റേക്കുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് പോവാം. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രാജ്യത്തിൻ്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത രാജ്യം ഏതാണ്? അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ബംഗ്ലാദേശാണ്. ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ചിനാബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ഓപ്ഷൻ സി ആസ്ടെക് സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1663 കൊച്ചി പിടിച്ചെടുത്തു. നാലാമത്തെ ചോദ്യം എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു A3, B4, C2, D1 വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം, 1857 കലാപത്തിൽ ആറയിൽ നേതൃത്വം നൽകിയ നേതാവാരാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കുൻവർ സിംഗ് ആണ് വരുന്നത്. ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഘടന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക എന്നുള്ളതാണ് വരുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. BDAC ആണ് വരുന്നത്. അതായത് സന്യാസി കലാപം, പഴശ്ശി കലാപം, കുറിച്യ കലാപം, സാന്താൾ കലാപം അങ്ങനെയാണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് വരുന്നത്. BDAC ആണ്. BDAC ആണ് വരുന്നത്. ഏഴാമത്തെ ചോദ്യം, നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടിച്ചേർന്ന അരുവികൾ രൂപപ്പെടുന്നു. എട്ടാമത്തെ ചോദ്യം, സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികളാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ എന്താണ്? രവി, ബിയാസ്, സത്ലജ്. ഒൻപതാമത്തെ ചോദ്യം, അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഏതാണ്? ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു. 10 നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം? ഓപ്ഷൻ എ ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം. 11 ദൂന്തർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഓപ്ഷൻ ബി നർമ്മദയിലാണ് ദൂന്തർ വെള്ളച്ചാട്ടം. 12ാം ചോദ്യം, ട്രൈപ്പനോഡ് സോമിയാസിസ് എന്ന പരാദജീവി രോഗത്തിന് കാരണമായ പ്രാണി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. സെറ്റ്സ് ഫ്ലൈ ആണ് വരുന്നത്. 13 അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം എന്ത് വിളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി കാപ്പിയാണ്. 14 പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി പെട്രോളിയം. 15 ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ദാവോസ് ആണ്. 16 പേയ്മെൻറ്റ് ബാങ്കുകളുടെ സവിശേഷതകൾ ഏതൊക്കെയാണ്? 1 ലക്ഷം രൂപ വരെ വ്യക്തികളിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ നിക്ഷേപങ്ങൾ ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നു. അപ്പം ഇത് രണ്ടുമാണ് സവിശേഷതകളായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. 1, 4 ആണ് ശരിയായിട്ട് വരുന്നത്. 17 ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ്? ഓപ്ഷൻ ബി ആണ്. 8ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 18 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നത് ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം? ഓപ്ഷൻ സി സാരഥി പ്രവാഹമാണ് കേട്ടോ. 19 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി ഡ്രാഗൺ ആണ് കേട്ടോ. ഡ്രാഗൺ. 20ാം ചോദ്യം, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങളുണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം? അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് ഏതാണ്? പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് പനമ്പള്ളി ഗോവിന്ദമേനോനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ശരിക്കുള്ള ആൻസർ ഏതാണ്? KA മുഹമ്മദ് ആണ് കേട്ടോ. അപ്പോൾ പനമ്പള്ളി ഗോവിന്ദമേനോൻ പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് വന്നത്. ശരിക്കുള്ള ആൻസർ ഏതാണ്? KA മുഹമ്മദ് ആണ് കേട്ടോ. അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്തോണം. അതെന്തായാലും ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ചേഞ്ച് ചെയ്യാം. നിങ്ങൾ മാക്സിമം ചലഞ്ച് കൂടെ ചെയ്താൽ മതി. ഇനി കുറേ ക്വസ്റ്റ്യൻസ് ഇതുപോലെ വരുന്നുണ്ട് തെറ്റായിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. 21 ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യനീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ മൂന്ന് തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. പക്ഷേ ശരിക്കുള്ള ആൻസർ ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് റഷ്യൻ വിപ്ലവത്തിൽ നിന്നുള്ളതാണ് കേട്ടോ ശരിക്കുള്ള ആൻസർ ആയിട്ട് വരുന്നത്. 22ാം ചോദ്യം, തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വാപഹരണം വഴി കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? ഏതാണ്? പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് 5 വർഷമാണ്. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ് 7 വർഷമാണ് കാലാവധി കേട്ടോ. പൗരത്വം ഇല്ലാതാക്കാനുള്ള 7 വർഷമാണ്. പക്ഷേ പ്രൊവിഷണൽ ആൻസർ കീ 5 വർഷമാണ്. ഫൈനൽ വരുമ്പം ചേഞ്ച് ആയിക്കോളും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചലഞ്ച് ചെയ്താൽ മതി. 23ാം ചോദ്യം, എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്?
പ്രൊവിഷണൽ ആൻസർ എത്രയാണ്? 52ാം ഭേദഗതിയാണ്. പക്ഷേ എത്രയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? എത്രയാണ്? 42ാം ഭേദഗതി. നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ് 42ാം ഭേദഗതിയാണ്. 24 താഴെ തന്നിരിക്കുന്ന യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്? പ്രൊവിഷണൽ ആൻസർ കീയുടെ ആൻസർ കാർഷിക വരുമാന നികുതിയാണ്. ശരിക്കുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ലോട്ടറിയാണ് വരുന്നത്. ലോട്ടറിയാണ് ശരിക്കുള്ള ആൻസർ ആയിട്ട് വരുന്നത്. 25 സ്വന്തമായ ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ഇത് തെറ്റാണ്. ഗുജറാത്ത് നിന്നാണ് പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് വന്നത്. പക്ഷേ ഏതാണ്? ആസാമാണ്. നമ്മൾ ആസാമാണ് പഠിച്ചിട്ടുള്ളത്. ആസാമുമാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ആസാം. 26 ശരിയായിട്ടുള്ളതാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഓപ്ഷൻ എ തന്നെയാണ്. 1 സി, 2 ഡി, 3 ബി, 4 എ ആണ്. 27 എക്സൈസ് വകുപ്പിന് കീഴിലുള്ള വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങൾ നടപ്പിലാക്കിയ പദ്ധതി എന്നാണ്. പ്രൊവിഷണൽ ആൻസർ കീ നേഴ്വഴിയാണ് വന്നത്. പക്ഷേ ഉണർവ് പദ്ധതിയാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഉണർവ് പദ്ധതിയാണ്. അത് നോട്ട് ചെയ്തോണേ. 28 ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കോടതിയാണ് ലോക് അദാലത്ത് എന്ന് പറഞ്ഞത്? അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് മുൻസിഫ് കോടതിയാണ്. പക്ഷേ ശരിക്കുള്ള ആൻസർ ഓപ്ഷൻ എ ജനങ്ങളുടെ കോടതിയാണ് കേട്ടോ. 29 ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് എന്താണെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് പ്രൊവിഷണൽ ആൻസർ കീ വന്നത് അർബൻ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള ആൻസർ റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ? ആണോ? അപ്പം 30ാമത്തെ ചോദ്യം നോക്കാം. 30 മിസ്റ്റേക്കാണ്. എന്താണ്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? പ്രൊവിഷണൽ ആൻസർ കീ പറയുന്നത് പത്തനംതിട്ടയും തൃശ്ശൂരുമാണ്. ശരിക്കുള്ള ആൻസർ ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പാലക്കാടും വയനാടുമാണ് തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകൾ കേട്ടോ. അപ്പം പാലക്കാടും വയനാടുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. 31 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരെന്നാണ് വെച്ചിരിക്കുന്നത്? ആരാണ്? പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് പറയുന്നത് AK ആൻ്റണി എന്നാണ്. പക്ഷേ ശരിയായിട്ടുള്ള ആൻസർ VS അച്യുതാനന്ദനാണ്. അപ്പം ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഇതൊക്കെ ശരിയായിട്ട് വരും. കാരണം ഇത്രയും ഒരു അടുപ്പിച്ചാണ് മിസ്റ്റേക്സുകൾ വന്നത് കേട്ടോ. ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അറിയാം, അടുപ്പിച്ചാണ് മിസ്റ്റേക്കുകൾ വന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ്? ഓപ്ഷൻ എ ഷാജഹാൻ. ശരിയാണ്. 33 എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്ന? ഓപ്ഷൻ എ ആനയറ. ശരിയാണ്. കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏവ? ഓപ്ഷൻ സി ആണ്. മെഡിക്കൽ കോളേജുകളാണ് വരുന്നത്. 35 ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗമാണ്? ഓപ്ഷൻ ഡി ഷഡ്പദങ്ങൾ. 36 കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ക്യാൻസർ ബോധവൽക്കരണം. 37 പെല്ലഗ്ര ഏത് ജീവിതത്തിൻ്റെ അപര്യാപ്തം കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? ഓപ്ഷൻ എ വിറ്റാമിൻ B3 ആണ്. 38 കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിന് ആവശ്യമായ ഊർജ്ജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശഘടകം ഏതെന്നാണ്? ഓപ്ഷൻ എ മൈറ്റോകോൺട്രിയയാണ്. 39 എംബിസീമിയ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സിഗരറ്റ് സ്മോക്കിംഗ് ആണ് കേട്ടോ. 40 എന്താണ്? AB നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും അടിയന്തരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്നാണ് ചെയ്യുന്നത്? അതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ്. 41 താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇതിനകത്ത് ഓപ്ഷൻ സി ആണ്. 1, 3 ശരിയായിട്ടുള്ളതാണ് വരുന്നത്. 42 പരിണിതഫലം 0 ഗ്രാഫ് ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. നമ്മളിതൊക്കെ ഓൾറെഡി പറഞ്ഞാണ് ആൻസർ കീയിൽ, അതുകൊണ്ടാണ് എടുത്തു പറയാത്തത്. 43 പ്രേക്ഷണത്തിൻ്റെ മാധ്യമം ആവശ്യമുള്ള തരംഗം ഏതാണ്? ഓപ്ഷൻ സി ശബ്ദ തരംഗമാണ് കേട്ടോ. 44 ഹർഷണം ഇല്ലാത്തൊരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നത് ചിത്രീകരിക്കുന്നു. ഈ വസ്തുവിൽ ലഭിക്കുന്ന ത്വരണം എത്രയാണെന്നാണ് ആൻസർ. ഓപ്ഷൻ ഡി 1.2 m/s² ആണ്. 45 സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആദിത്യ L1. 46 അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? ഓപ്ഷൻ ഡി മാൽവെയർ ആണ് കേട്ടോ. 47 ഒരു ആറ്റത്തിൻ്റെ M ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ ഏതാണെന്നാണ്? ഓപ്ഷൻ സി 16 ആണ് കേട്ടോ. 48 ഒരു നിശ്ചിത മാസ് വാതകത്തിൽ 300 ഡിഗ്രി സെൽഷ്യസ് ഉള്ള മർദ്ദം 1.3 atm ആണ്. ഇപ്പോഴത്തെ വ്യാപ്തം 10 ലിറ്റർ ആണ്. താപത്തിൽ വ്യത്യാസമില്ലാതെ ഈ വാതകത്തിൻ്റെ വ്യാപ്തം 2.6 ലിറ്റർ ആയി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 5 atm ആണ്. 49 മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിന് അതിൻ്റെ അപദ്രവ്യമായ SnO2-ൽ നിന്ന് വേർതിരിക്കാൻ ഏത് മാർഗം ഉപയോഗിക്കുക? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ കാന്തിക വിഭജനമാണ്. 50 കേരളത്തിലെ തീരദേശ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു ഏതാണ്? ഓപ്ഷൻ എ ഇൽമിനേറ്റ് ആണ്.
51 താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകം ഉണ്ടാകുന്നത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി കാൽസ്യം കാർബൈഡ് ആണ്. CaC 52 കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാനാണ്? ഓപ്ഷൻ ബി മുരളി ചിരോത്താണ്. 53 2024 പാരാലിമ്പിക്സ് പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം? ഓപ്ഷൻ എ നവദീപ് സിംഗ് ആണ്. 54 ആൻസർ ഓപ്ഷൻ ബി തകഴി ശിവശങ്കരപിള്ള 1984 ആണ്. 55 ആൻസർ ഓപ്ഷൻ ബി 2ഉം 4ഉമാണ്. 56 ഇന്ത്യ ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ്? ഓപ്ഷൻ ബി ഇല്ലിക്കുന്നാണ്. 57 നമ്മളറിയാം ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. ഏതൊക്കെയാണ്? സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് 1ഉം 3ഉം. 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷയാരാണ്? ഓപ്ഷൻ ബി പി സതീദേവിയാണ്. 59 ഇ ഗവേൺസ് എന്നാൽ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ടിരുന്നത്. സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നത്. 60 താഴെ പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം ഏതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി പ്രിൻ്ററാണ്. 61 താഴെ പറയുന്നവയിൽ ലാൻഡിൻ്റെ നിർവചനം എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വന്നത്. ഏതാണ്? ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ ഉദാഹരണം കെട്ടിടം അല്ലെങ്കിൽ ക്യാമ്പസ് കമ്പ്യൂട്ടറുകളുടെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ്. 62 കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞരാരൊക്കെയാണ്? ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡറുമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 63 ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രൊസസർ ചിപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ വില്ലോയാണ്. 64 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം ഏതെന്നാണ്? ഓപ്ഷൻ എ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ്. 67 പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിന് ശിക്ഷയെക്കുറിച്ചുള്ള വകുപ്പാണ്. സെക്ഷൻ 22 ആണ് കേട്ടോ. 66 വിവരാവകാശ നിയമം ആദ്യമേ പാസ്സാക്കിയ രാജ്യം? ഓപ്ഷൻ സി സ്വീഡനാണ്. 67 മാതാപിതാക്കളുടെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമം MWP ആക്ട് പ്രകാരം വൃദ്ധസദനങ്ങളെക്കുറിച്ച് ഏത് അധ്യായത്തിലാണ് പറയുന്നതെന്നാണ്? ഓപ്ഷൻ എ അധ്യായം 3 ആണ് കേട്ടോ. 68 2025 കബഡി ലോകകപ്പ് വേദി ഏതാണ്? ഓപ്ഷൻ ബി ഇംഗ്ലണ്ടാണ്. 69 2025 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ്? ഓപ്ഷൻ ഡി ബാനു മുഷ്താഖാണ്. 70 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം സംഭവങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ആരാണ്? ഓപ്ഷൻ ഡി എല്ലാം ശരി എന്നാണ്. അതായത് പോലീസ് ഉദ്യോഗസ്ഥൻ, സേവനദാതാവ്, മജിസ്ട്രേറ്റ്, സംരക്ഷണ ഉദ്യോഗസ്ഥൻ കേട്ടോ. ഈ ഒരു ചോദ്യം ഒരു ഡൗട്ടുണ്ട് കേട്ടോ. എല്ലാം ശരി ഒരു ചെറിയൊരു ഡൗട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഈ 71 ഇനി മാത്സ് ആണ്. 71 ആൻസർ ഓപ്ഷൻ ഡി 10 AM. മാത്സ് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. 72 ഓപ്ഷൻ ബി ആണ് ആൻസർ 0.15. 73 ഓപ്ഷൻ ബി ആണ് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 74 ഓപ്ഷൻ ബി 20 ദിവസമാണ്. 75 ഓപ്ഷൻ എ 6 സെൻറ്റിമീറ്റർ ആണ്. 76 ഓപ്ഷൻ സി 36 ആണ്. 77 ഓപ്ഷൻ ഡി 120 ആണ്. 78 ഓപ്ഷൻ ബി NIK ആണ്. 79 ഓപ്ഷൻ സി ആണ് 12/5/2023 ആണ്. 80 ഓപ്ഷൻ ഡി 29 ആണ്. 81 ആൻസർ ഇംഗ്ലീഷാണ്. ഓപ്ഷൻ എ ഫ്ലൈറ്റ് ആണ്. 82 ഓപ്ഷൻ എ ആണ് ഷീ ആണ്. 83 ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 84 ഓപ്ഷൻ സി ദ പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ ആണ്. 85 ഓപ്ഷൻ ഡി ബ്രോഡാണ് വരുന്നത്. 86 ഓപ്ഷൻ എ കാൾ ഓഫ് ആണ് വരുന്നത്. 87 ഓപ്ഷൻ സി ആർഗ്യുമെൻ്റ് ആണ് വരുന്നത്. 88 ഓപ്ഷൻ സി ഹി ആസ്ക്ഡ് മീ ഹൗ ഐ ഫെൽറ്റ് ദാറ്റ് മോർണിംഗ് ആണ് വരുന്നത്. 89 ഓപ്ഷൻ ഡി ഹാഡ് ഫിനിഷ്ഡ് ആണ് വരുന്നത്. 90 ഓപ്ഷൻ ബി ആണ് വരുന്നത് ആൻസറായിട്ട്. യു വിൽ നോട്ട് പാസ് എന്നാണ് വരുന്നത്. 91 ആൻസർ ഓപ്ഷൻ സി എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ട. 92 ആൻസർ ഓപ്ഷൻ ഡി കണ്ണേ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകുമീ മലരു വിസ്മൃതമായി ഇറങ്ങുമ്പോൾ എന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 92 വരുന്നത്. 93 ആൻസർ ഓപ്ഷൻ എ അച്ഛൻ ജനഹിതാവാണ്. 94 ആൻസർ ഓപ്ഷൻ ബി പ്രേക്ഷകനാണ് വരുന്നത്. 95 ഓപ്ഷൻ ഡി കൺ പ്ലസ് നീരാണ് വരുന്നത്, കണ്ണീരാണ്. 96 ആൻസർ ഓപ്ഷൻ എ 1ഉം 4ഉം ആണ് വരുന്നത്. 97 ഓപ്ഷൻ സി ആണ് വരുന്നത്, 2ഉം 3ഉം ആണ് വരുന്നത്. 98 ആൻസർ ഓപ്ഷൻ സി ഒരു പടി അടച്ചാൽ 9 പടി തുറക്കും. 99 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സഹോദരിയുടെ മകനാണ്. 99 ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി സഹോദരിയുടെ മകനാണ്. 100 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, മരപ്പൊടിയാണ് കേട്ടോ. 100 ആൻസർ
ഓപ്ഷൻ എ മരപ്പൊടിയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചുള്ള PC യുടെ ഉത്തരങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് മിസ്റ്റേക്സുകളുണ്ട്. നമ്മൾ മിസ്റ്റേക്സുകളെല്ലാം എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഈ മിസ്റ്റേക്കുകളെല്ലാം ശരിയായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യണമെന്നുള്ളൊരു മാക്സിമം ചലഞ്ച് ചെയ്യുക. ക്വസ്റ്റ്യൻസ് തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നും ഇനി എക്സാം എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള കറണ്ട് അഫയർ ക്ലാസ്സസും അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിൻ്റെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്സും പിന്നെ അതുപോലെ തന്നെ PSCയുടെ അപ്ഡേറ്റ്സുകളും കാര്യങ്ങൾക്കും അറിയാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അമർത്തി വെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.